പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നല്ല ആരോഗ്യം എന്നതാണ്. ജീവിതചര്യയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതൊന്നും മറക്കരുത്. മനുഷ്യനെപ്പോലെ മറ്റ് പ്രാണികൾക്ക് രോഗമില്ല. ഉണ്ടെങ്കിലും അവർക്ക് അതിൻ്റെ മരുന്നും അറിയാം. പച്ചയിലകളോ ഉപവാസമോ അതാണ് അവരുടെ ചികിത്സ. മുൻകാലങ്ങളിൽ മനുഷ്യർക്ക് അത്യാവശ്യം വേണ്ട ചികിത്സകളൊക്കെ അറിയുമായിരുന്നു. അല്ലെങ്കിൽ വൈദ്യരെ കാണും. വൈദ്യൻ്റെ കുറിപ്പടിയിൽ ഉള്ള മരുന്നുകൾ പറിച്ച് കഷായം വെച്ച് കുടിക്കും. ഇപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നതായി പോലും ആർക്കും അറിവില്ല. ഒരു തുമ്മൽ വന്നാൽ പോലും ഡോക്ടറെ കാണണം എന്നതാണ് ഇന്നത്തെ കാലം. മുൻകാലങ്ങളിൽ രോഗിയെ ചികിത്സിക്കാൻ വൈദ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ വീട്ടിൽ വരും. ഇപ്പോൾ അവരെ കാണണമെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് വേണം ബുക്ക് ചെയ്യേണ്ടത്. ആ ദിവസം വരെ രോഗി വേദനകൾ സഹിക്കണം, അല്ലെങ്കിൽ മരിക്കണം. മുൻകാലത്ത് ഡോക്ടറെ കണ്ടാൽ 3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ചക്കുള്ള മരുന്ന് തരും. പൊയ്ക്കോ, മാറിക്കോളും എന്നും പറയും. തൻ്റെ കഴിവിനനുസരിച്ചുള്ള ഫീസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ അവർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് മുന്നേ കൂട്ടി അടയ്ക്കണം. പരിശോധിച്ചിട്ട് പറയും 3 മാസം കഴിഞ്ഞ് 3 മാസം മരുന്ന് കഴിച്ച് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഈ രോഗി ഇനി മുതൽ ആ ഡോക്ടറുടെ സ്ഥിരം പേഷ്യൻ്റായി എന്ന് വേണം കരുതാൻ. ഇതെല്ലാം കാണുകയാലും എൻ്റെ അനുഭവങ്ങളും പലരിൽ നിന്നും കേട്ട് പഠിച്ചതുമായ ഇതെല്ലാം മിശ്രമാക്കി ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഞാൻ ഉപദേശിക്കുന്നത്. ആവശ്യക്കാർക്ക് സ്വീകരിക്കാം, ദോഷമൊന്നുമില്ല. ചെറുപ്രായത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ഭക്ഷണത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ, ഇവയെല്ലാം പ്രായമാവുമ്പോൾ പല പല രോഗങ്ങളായും തരിപ്പ്, വേദന പോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ യോഗ പോലുള്ള വ്യായാമങ്ങളിലൂടെ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും നിയന്ത്രിക്കാൻ സാധിക്കും. പണച്ചെലവില്ല. നാം ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം വിഷം നിറഞ്ഞതാണ്. അതിൽ നിന്നും ഇനി നമുക്ക് മോചനമുണ്ടാവില്ല. നമ്മുടെ ജീവിത ശൈലിയിലൂടെ മാറ്റം കൊണ്ടുവരാം. 30 വയസ്സ് വരെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കണം. വളരുന്ന പ്രായമാണ്. 30നും 45നും ഇടയിൽ ശരീരം നിലനിൽക്കുന്ന കാലമാണ്. അപ്പോഴേ ഭക്ഷണത്തിനും ജീവിതത്തിനും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പിന്നീടുള്ള കാലം വലിയ രോഗമില്ലാതെ ജീവിക്കാം. 45 മുതൽ 60 വരെ ഉള്ള കാലം ശരീരം ക്ഷയിക്കുന്ന കാലമാണ്. അപ്പോൾ നിർബന്ധമായും വ്യായാമം, ഭക്ഷണക്രമം
ജീവിത ശൈലി എല്ലാം മാറ്റം വരേണ്ടതാണ്. അല്ലെങ്കിൽ 60 ശേഷം ശരീരം ജീർണിക്കുന്ന കാലമാകയാൽ ക്ലേശങ്ങൾ കൂടും. സ്കൂളിൽ പോകുന്ന കുട്ടി ടൈം ടേബിൾ വെക്കും പോലെ നമുക്കുമൊരു ഭക്ഷണ ജീവിത ക്രമമുണ്ടാക്കാം. കഠിന അധ്വാനം ചെയ്യുന്നവരും 30 വയസ്സിന് താഴെ ഉള്ളവരും ഈ നിയന്ത്രണങ്ങളെ പാലിക്കേണ്ടതില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. ശരീര ശുദ്ധീകരണ ശേഷം കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച്, സ്ത്രീകൾ അടിച്ചു തെളിയെല്ലാം കഴിഞ്ഞ ശേഷം കുളിക്കുന്നതാണ് ഉത്തമം. അവരവരുടെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളിൽ കുറച്ചു നേരം ഇരിക്കുക. പിന്നീട് ഇഞ്ചിയോ മല്ലി ജീരകം പോലുള്ള ഏതെങ്കിലും ഒന്ന് വെള്ളം തിളപ്പിച്ച്, അല്ലെങ്കിൽ ശുദ്ധജലമായാലും കുഴപ്പമില്ല, 6 മണിക്ക് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. 7 മണിക്ക് യോഗ, നടത്തം പോലുള്ള വ്യായാമങ്ങൾ 1 മണിക്കൂർ പരിശീലിക്കുക. വ്യായാമം കഴിഞ്ഞ് കുളിക്കുന്നവർ അരമണിക്കൂർ കഴിഞ്ഞോ പിന്നീട് കുളിക്കാവൂ. വെള്ളം കുടിക്കുന്ന ക്രമവും അങ്ങനെ തന്നെ. 8:30 പ്രാതൽ മിതമായി കഴിക്കുക. ചായ, കാപ്പി ഒഴിവാക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പോ ശേഷമോ വെള്ളം കുടി ശീലമാക്കുക. ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. 1 മണിക്ക് ഉച്ചഭക്ഷണം, 4 മണിക്ക് ലഘുഭക്ഷണം, 7 മണിക്ക് അത്താഴം എന്ന ക്രമം ഉണ്ടാക്കുക. സന്ധ്യയ്ക്ക് കുറച്ചു നേരം പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ്. 8 മണിക്ക് വീട്ടിലുള്ളവർ കൂടിയിരുന്ന് സൗഹൃദം പങ്കിടുക. കാരണ വിചാരം നടത്തുക. രാത്രി 10 മണിക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു ക്രമമുണ്ടാക്കണം. 30 വയസ്സിന് മുകളിലുള്ളവർ 6 മണിക്കൂർ സുഖമായി ഉറങ്ങണം. വൈകുന്നേരം 6 മണിക്ക് ശേഷം ജലപാനം ഒഴിവാക്കിയാൽ ഉറക്കത്തിന് തടസ്സമുണ്ടാവില്ല. അരിഭക്ഷണം അന്തിയിൽ ഒഴിവാക്കണം. എരിവ്, പുളി, ഉപ്പ്, എണ്ണ, പഞ്ചസാര ഉപയോഗം പരമാവധി കുറയ്ക്കണം. മാംസം 2 ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാം. മത്സ്യങ്ങൾ ചാറ് വെച്ച് കൂട്ടാം. മത്തി, മുള്ളൻ, നെത്തോലി, കല്ലുമക്കായെ കാൽസ്യം ഉള്ളവയെന്ന് പറയപ്പെടുന്നു. ഉണക്കമീൻ ഒഴിവാക്കണം. പച്ചക്കറികൾ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും മിക്സാക്കിയ വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട ശേഷം ഉപയോഗിച്ചാൽ വിഷാംശം കുറയും എന്ന് പറയുന്നു. കൊത്തമര, വാഴപ്പിണ്ടി പോലുള്ള നാരടങ്ങിയവ ധാരാളം കഴിക്കുക. ഇലക്കറികളും മോര് നല്ലതാണ്. മത്സ്യമാംസം കഴിക്കുമ്പോൾ തൈര്, മോര് ഉപയോഗിക്കരുത്. ബേക്കറികൾ നല്ലതല്ല. പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ഇങ്ങനെ ഒരു ജീവിത ക്രമം വെച്ചാൽ രോഗങ്ങളുടെ ആക്രമണങ്ങളെ കുറയ്ക്കാം. ഇനി പ്രഷർ, ഷുഗർ, അമിത ശരീരം ഉള്ളവർക്കുള്ള ഒരു ക്രമം പറയാം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. നേരത്തെ പറഞ്ഞ വെള്ളം 6 മണിക്ക് മുമ്പ് കുടിക്കുക. തലേ ദിവസം 5 ബദാം വെള്ളത്തിൽ ഇട്ട് വെക്കണം. രാവിലെ തോല് കളഞ്ഞ് വെറും വയറ്റിൽ കഴിക്കണം.
7 മണിക്ക് യോഗ നടത്തം. അടച്ചിട്ട മുറിയിൽ യോഗ ചെയ്യരുത്. യോഗയിൽ മുറുക്കമുള്ള ജട്ടിയോ ലങ്കോട്ടിയോ ധരിച്ചിരിക്കണം. യോഗ തുടങ്ങും മുമ്പ് മലമൂത്ര ശങ്ക തീർക്കണം. വെറും വയറ്റിലാവണം യോഗ ചെയ്യേണ്ടത്. വെള്ളം കുടിച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം. ഫാൻ ഉപയോഗിക്കരുത്. 8 മണിക്ക് മുമ്പ് യോഗ ചെയ്യണം. വെള്ളം കുടിയും കുളിയും യോഗ കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞേ പാടുള്ളൂ. 8:30 1 ഗ്ലാസ് ജ്യൂസ് കുടിക്കണം. കുക്കുംബർ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇവ ഏതെങ്കിലും ഒന്ന് തോല് കളഞ്ഞ് അരിഞ്ഞ് കഴുകി ചെറുതാക്കി മുറിച്ച് 1 കഷ്ണം ഇഞ്ചിയും നെല്ലിക്കയും കൂട്ടി ജ്യൂസ് അടിച്ച് ആവശ്യത്തിന് ഇന്ദുപ്പ് ചേർത്ത് കുടിക്കാം. ഇവ മാറി മാറി കുടിക്കാം. ഇന്നതെന്ന് കണക്കല്ല, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇടയ്ക്ക് മോര് സംഭാരം, നാരങ്ങ വെള്ളം 2 മണിക്കൂർ ഇടവിട്ട് ഓരോ ഐറ്റം ജ്യൂസ് കുടിക്കാം. കുമ്പളങ്ങ ജ്യൂസും ഇടയ്ക്കാവാം. വിശപ്പ് കൂടുമ്പോൾ ജ്യൂസ് മാറ്റി രാഗി കുറുക്കിയോ പച്ചക്കറി സലാഡായോ വേവിച്ചോ ധാന്യങ്ങൾ പുഴുങ്ങിയത് കഴിക്കാം. മുതിര, ചെറുപയർ നല്ലതാണ്. രാവിലെ വെള്ളത്തിൽ ഇടണം. വൈകുന്നേരം വെള്ളം ഊറ്റി വെക്കണം. പിറ്റേ ദിവസം രാവിലെ അവ മുള വരും. അത് പുഴുങ്ങി കഴിക്കാൻ നല്ലതാണ്. ഉച്ചയ്ക്ക് ആവശ്യക്കാർക്ക് അല്പം ചോറാവാം. ചപ്പാത്തിയും നല്ലതാണ്. വൈകുന്നേരം 4 മണിക്ക് രാവിലെ 1 പിടി നിലക്കടല വെള്ളത്തിൽ ഇടുക. അവ കഴുകി കഴിക്കാം. 1 സ്പൂൺ എള്ള് കഴുകി വെള്ളത്തിലിട്ട് അവയും നന്നായി അരച്ച് ചവച്ച് കഴിക്കാം. ഷുഗർ അധികമില്ലാത്തവർക്ക് എള്ള് കഴുകി ഉണക്കി മിക്സിയിൽ 1/2 ഭാഗം പൊടിയാക്കി പാകത്തിന് ശർക്കര ഉരുക്കി ചേർത്ത് ഉണ്ടയാക്കി ഓരോ ഉണ്ട വീതം കഴിക്കാം. വറുത്ത കടലയുമാവാം, ഗുണം കുറയും. രാത്രി 7 മണിക്ക് ചാമക്കഞ്ഞി പുഴുക്ക് ആവാം. ഇന്ദുപ്പ് വാങ്ങുന്നവർ 1 കിലോ 2 കിലോ പ്രകാരം വാങ്ങിയാൽ 60, 70, 80 രൂപ പ്രകാരം കിട്ടാവുന്നതാണ്. പേരക്ക, മധുരക്കിഴങ്ങ്, റോബസ്റ്റ് പഴം, പഴവർഗ്ഗ എല്ലാം ആവശ്യത്തിനാവാം. ഈ ക്രമം പാലിക്കുന്നവർക്ക് രോഗത്തിന് ശമനമുണ്ടാവും. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ മുന്നേ കൂട്ടി ശീലമാക്കിയാൽ രോഗത്തെ തടയാനാവും. ഇപ്പോൾ മരുന്നുകളിൽ പരസ്യം ചെയ്തിരിക്കുന്ന ഗുണനിലവാരമൊന്നും മരുന്നിനില്ല. വില മാത്രമേ ഉള്ളൂ. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റിയ കാലമല്ല. ജനിച്ചു പോയതിനാൽ മരിക്കും വരെ ജീവിക്കണം എന്നത് നിർബന്ധമാണ്. വെയിൽ കൊണ്ടാൽ വിറ്റാമിൻ ഡി കിട്ടുമെന്ന് പറയുന്നു. തുണി മറച്ചു കൊണ്ടാൽ ഗുണമുണ്ടാവില്ല. രാവിലെ 10 മണിക്ക് മുമ്പ് വൈകുന്നേരം 4 മണിക്ക് ശേഷവുമാണ് നല്ലത്. മറ്റു നേരങ്ങളിലും കുഴപ്പമില്ല. ചൂട് കൂടും. തലവേലു കൊള്ളിക്കരുത്. നനഞ്ഞ തുണി കൊണ്ട് മൂടുക. രാവിലെ വൈകുന്നേരമായി 2 നേരം വയറ് ശോധന ശീലമാക്കുക. നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ വയറ്റിൽ കെട്ടിക്കിടക്കിയാൽ വയറ്റിൽ നിന്നും പല രോഗങ്ങളും ഉണ്ടാകാറുണ്ട്. ശോധന കുറവുള്ളവർ ആഴ്ചയിലോ മാസത്തിലോ ശുദ്ധീകരിച്ച ആമണക്കെണ്ണയിൽ വയറ് ശോധന ചെയ്യണം. അന്നേ ദിവസം കട്ടി കൂടിയതോ എണ്ണമെഴുക്കുള്ളതോ മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. കഠിനാധ്വാനവും പാടില്ല. നാരങ്ങ നീര് കട്ടൻ ചായയിൽ ചേർത്തും കഞ്ഞിയിൽ മോരും ഉപ്പും ചേർത്തും കുടിച്ചാൽ ശോധന നിർത്താം. രാവിലെ കഞ്ഞിയും മോര് കാച്ചിയ കറി കൂട്ടി ഉച്ചഭക്ഷണവും. പകൽ ഉറങ്ങരുത്. ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വിശപ്പിനാവണം, നാവിന് വേണ്ടി ആവരുത്. ആഹാരം എപ്പോഴും മിതമായേ കഴിക്കാവൂ. അത് ആരോഗ്യത്തിന് ഗുണകരമാണ്.
ഹരി ഓം. ഒരു പ്രത്യേകമായി അറിഞ്ഞ ഒരു സംഭവം, പരമാവധി ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കുക. നിങ്ങളുടെ നാവിന് രുചി കിട്ടാൻ വേണ്ടിയും ആ പണിക്കാരന് പേരുണ്ടാവാൻ വേണ്ടിയും അടുക്കളയിൽ ഭണ്ഡാരികൾ മുതലാളിമാരുടെ അറിവോടെയും അറിവ് ഇല്ലാതെയും വിഷാംശം അടങ്ങിയ മസാലപ്പൊടികൾ ചേർത്ത് ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതായി കേട്ടറിഞ്ഞു. ഒരു ഹോട്ടൽ ഉടമയാണ് പറഞ്ഞത്. അദ്ദേഹം പണിക്കാരൻ മുതലാളി അറിയാതെ പീടികയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ചേർക്കുന്നത് ക്യാമറയിൽ കാണുകയും ബില്ലിൽ ഈ സാധനം കണ്ടതായും അറിഞ്ഞ ഉടനെ ആ ജോലിക്കാരനെ അയാൾ പുറത്താക്കി. അത് അറിഞ്ഞിരിക്കുക. ഹരി ഓം.